ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. വെൽക്കം ടു ഡിവോട്ട്. പ്ലസ് വൺ ബയോളജിയിലെ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചാലോ? ഓക്കെ, കമോൺ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ കേരള ബോർഡ് എക്സാമിൻ്റെ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്: ക്ലാസിഫിക്കേഷനെ കുറിച്ചും നോമൻക്ലേച്ചറിനെ കുറിച്ചും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നോക്കൂ, വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? ലോകത്തുള്ള വിവിധങ്ങളായ ജീവികളെ വ്യത്യസ്ത കിങ്ഡങ്ങളായിട്ട് നമ്മൾ 5 കിങ്ഡങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ കിങ്ഡങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിൽ അനേകം ഫൈലങ്ങളുണ്ട്. ഓരോ ഫൈലങ്ങളിലും അനേകം ക്ലാസ്സുകളുണ്ട്. ഓരോ ക്ലാസ്സിലും അനേകം ഓർഡർ ഉണ്ട്. ഈ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റഗറികളാണ് ഇവകളെല്ലാം. ഈ കാറ്റഗറികളെ നമ്മൾ ടാക്സോണമിക്കൽ കാറ്റഗറീസ് അല്ലെങ്കിൽ റാങ്കുകൾ എന്നാണ് വിളിക്കുക. ക്ലിയർ ആണോ? ഇവരെ നമ്മൾ ഇത്തരം കാറ്റഗറികളെ ടാക്സോണമിക്കൽ കാറ്റഗറീസ്, ഓക്കെ, ടാക്സോണമിക്കൽ കാറ്റഗറീസ് അല്ലെങ്കിൽ റാങ്കുകൾ എന്നൊക്കെയാണ് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നമ്മളോട് പരീക്ഷ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ടാക്സോണമിക്കൽ കാറ്റഗറീസിനെ കൃത്യമായ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ചോദിക്കാറ്. എന്താണ് അവരുടെ ഓർഡർ? കിങ്ഡം, ഫൈലം. നോക്കൂ, പ്ലാന്റുകളുടെ കേസിൽ ഫൈലം എന്ന വാക്കിന് പകരം ഡിവിഷൻ എന്നാണ് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം, അനിമൽ കിങ്ഡത്തിലെ 11 ഫൈലങ്ങൾ നിങ്ങൾ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ ഫൈലങ്ങൾ എന്നല്ല പറയുക, ഡിവിഷനുകൾ എന്നാണ് പറയുക. ഫൈലത്തിന് പകരം പ്ലാന്റിന്റെ കേസിൽ ഡിവിഷൻ എന്നാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ ഓർഡർ നിങ്ങൾ പഠിച്ചാൽ തന്നെ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ ഓർഡറാണ്. കറക്റ്റ് ടാക്സോണമിക്കൽ കാറ്റഗറികളെ കൃത്യമായ ഓർഡറിൽ എഴുതാനാണ് പറയുക. നോക്കൂ, ടാക്സോണമിക്കൽ കാറ്റഗറീസിനെ അതിൻ്റെ കൃത്യമായ ഓർഡറിൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ് ടാക്സോണമിക്കൽ ഹെയറാർക്കി എന്ന് പറയുക. ഹെയറാർക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേണീകരണം എന്നാണ്. കൃത്യമായ ഓർഡറിൽ ശ്രേണീകരിച്ച് എഴുതുക. സെറ്റാണല്ലോ? ഓക്കെ. അപ്പോൾ ടാക്സോണമിക്കൽ ഹെയറാർക്കി എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പറ്റണം. ഇത് നോക്കുക: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സെറ്റാണല്ലോ? ഇനി ഒരു പക്ഷേ ചോദിച്ചേക്കാം, ഹയസ്റ്റ് ടാക്സോണമിക്കൽ കാറ്റഗറി ഏത് അല്ലെങ്കിൽ ലോവസ്റ്റ് ടാക്സോണമിക്കൽ കാറ്റഗറി ഏതെന്ന്. നോക്കൂ, സ്പീഷീസ് ആണ് ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഹയസ്റ്റ് കാറ്റഗറി ഏതാ കുട്ടികളെ? കിങ്ഡമാണ് ഏറ്റവും വലിയ കാറ്റഗറി എന്ന് പറയുന്നത്. ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡം, ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഒരു പക്ഷേ അവർ ടാക്സോൺ എന്താണെന്ന് ചോദിച്ചേക്കാം. ടാക്സോൺ. ഓക്കെ, സോ വാട്ട് ഈസ് ടാക്സോൺ? നോക്കൂ, നമ്മൾ ഇപ്പോൾ കിങ്ഡം എടുത്താൽ പലതരത്തിലുള്ള കിങ്ഡം ഉണ്ട്. കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റ്, മൊണേറ, പ്രോട്ടിസ്റ്റ, ഇത്തരം പല പേരുകളുണ്ട്, അല്ലേ? കിങ്ഡം എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ പല പേരുകൾ നമുക്ക് കാണാം. ഇനി ഫൈലം എടുത്താൽ ഇപ്പോൾ അനിമൽ കിങ്ഡത്തിൽ നമ്മൾ പോറിഫറ, സീലിൻഡറേറ്റ, ഇങ്ങനെ പല പേരുകൾ കാണുന്നില്ലേ? അത്തരം പേരുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടാക്സോൺ എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നെയിംസ് ഓഫ് കാറ്റഗറി. നോക്കൂ, നെയിംസ് ഓഫ് കാറ്റഗറി. കാറ്റഗറികളുടെ വ്യത്യസ്ത പേരുകളുണ്ടല്ലോ. കാറ്റഗറി അറ്റ് എനി ലെവൽ, അറ്റ് എനി ലെവൽ, ഏത് ലെവലിലും ആവാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈലം ലെവലിലുള്ള ഒരു ടാക്സോൺ ചോദിച്ചാൽ പോറിഫറ, സീലിൻഡറേറ്റ, ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, ഇതൊക്കെ ഫൈലം ലെവലിലുള്ള ടാക്സോൺ ആണ്. ഓക്കെ. ദെൻ കിങ്ഡം ലെവലിലുള്ള ടാക്സോൺ ചോദിച്ചാൽ മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ, ഇതൊക്കെ കിങ്ഡം ലെവലിലുള്ള ടാക്സോൺ ആണ്. സ്പീഷീസ് ലെവലിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന സ്പീഷീസുകളുടെ പേരുകൾ പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, എന്നാൽ പോലും സാറ് പറഞ്ഞു തന്നു മാത്രം. ഇതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇനി ചാപ്റ്ററിലെ രണ്ടാമത്തെ കാര്യമാണ് നോമൻക്ലേച്ചർ. നോക്കൂ, ജീവികൾക്ക് പേരിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരെന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ മെത്തേഡാണ്. ആരാണ് നമുക്ക് ഈ മെത്തേഡ് പഠിപ്പിച്ചു തന്നത്? കാൾ ലിനേയസ് ആണ്, അല്ലേ? ഈ മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. നമ്മളോട് ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂളുകൾ ചോദിക്കാറുണ്ട്. എന്താ റൂള്? ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ബയോളജിക്കൽ നെയിംസ് ആർ ഇൻ ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിലാണ് ബയോളജിക്കൽ പേരുകൾ എഴുതേണ്ടത്. ഇനി അങ്ങനെയല്ല, നിങ്ങളൊരു സംസ്കൃത വാക്ക് ഉപയോഗിച്ച് ജീവികൾക്ക് പേരിടണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സംസ്കൃത വാക്കിനെ അല്ലെങ്കിൽ ഒരു മലയാളം വാക്ക് ഉപയോഗിച്ച് പേരിടണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ വാക്കിന് ഒരു ചെറിയ ലാറ്റിൻ ടച്ച് കൊടുക്കണം. ഒരു ലാറ്റിൻ ഭാഷയുടെ ടച്ച് അതിന് നിങ്ങൾ കൊടുക്കണം. അതാണ് ലാറ്റിനൈസ്ഡ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഒറിജിൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരിൻ്റെ ഒറിജിൻ ഏത് ഭാഷ, അത് സംസ്കൃതമോ അറബിയോ മലയാളമോ ഉറുദുവോ ഹിന്ദിയോ ഏതോ ആയിക്കൊള്ളട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ഒറിജിൻ ആ വാക്കിനൊരു ലാറ്റിൻ ടച്ച് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ബയോളജിക്കൽ നെയിംസ് ആർ ഇൻ ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഒറിജിൻ. ഒന്നുകിൽ ലാറ്റിനിലായിരിക്കണം അല്ലെങ്കിൽ ലാറ്റിനൈസ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഒറിജിൻ. രണ്ടാമത്തെ കാര്യം, ബയോളജിക്കൽ നെയിമിൽ 2 വേർഡ് ഉണ്ടാവും. ബയോളജിക്കൽ നെയിമിലെ 2 വേർഡിലെ ഫസ്റ്റ് വേർഡ് റെപ്രസെൻറ്റ് ജീനസ് നെയിം. ആ ജീവി ഏത് ജീനസിലാണ് എന്നതാണ് ആദ്യത്തെ വേർഡ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ് സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിം. സെക്കൻഡ് വേർഡ് ആ ജീവിയുടെ സ്പീഷീസിൻ്റെ നെയിമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മാംഗോയുടെ ബയോളജിക്കൽ നെയിമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. നോക്കൂ, മാഞ്ചിഫെറ എന്ന് പറയുന്നത് മാംഗോ ഉൾപ്പെടുന്ന പ്ലാന്റുകളുടെ ജീനസിൻ്റെ പേരാണ് മാഞ്ചിഫെറ. ഇൻഡിക്കയാണ് യഥാർത്ഥ
യഥാർത്ഥത്തിൽ മാംഗോ എന്ന സ്പീഷീസിൻ്റെ പേര്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ബയോളജിക്കൽ നെയിം എഴുതുമ്പോൾ നിങ്ങൾ മാൻജിഫെറ ഇൻഡിക്ക എന്ന് എഴുതണം. ദ ഫസ്റ്റ് വേർഡ് റെപ്രസെൻറ്റ് ജീനസ് ആൻഡ് സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ് സ്പീഷീസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റൂൾ എന്താ? ദ ജീനസ് നെയിം. അപ്പോൾ ആദ്യം ജീനസ് നെയിം, ഫസ്റ്റ് വേർഡ് റെപ്രസെൻറ്റ് ജീനസ് ആൻഡ് സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ് സ്പീഷീസ്. നോ, ദ ജീനസ് നെയിം, ആദ്യത്തെ ആ ജീനസിൻ്റെ പേരുണ്ടല്ലോ, ജീനസ് നെയിം അല്ലെങ്കിൽ ജനറിക് നെയിം, എങ്ങനെ എഴുതിയാലും രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ജനറിക് നെയിം ഓർ ജീനസ് നെയിം സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ആ മാൻജിഫെറ എന്നത് എപ്പോഴും എങ്ങനെ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തന്നെ അത് തുടങ്ങണം. ആൻഡ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്, എന്താ സ്പെസിഫിക് എപ്പിത്തറ്റ്? സ്പീഷീസ് നെയിം, അതിനെ വിളിക്കുന്ന പേര് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ, അത് സ്മോൾ ലെറ്റർ കൊണ്ട് തുടങ്ങണം. കണ്ടോ, മാൻജിഫെറ ഇൻഡിക്ക. ദാറ്റ്സ് ഇറ്റ്. Clear അല്ലേ? ഫസ്റ്റ് വേർഡ് genus name start with capital and species name start with small letter or specific epithet start with small letter. ഇനി ഇഫ് യു ആർ ടൈപ്പിംഗ് ദിസ് യൂസിങ് കമ്പ്യൂട്ടർ ഓർ പ്രിൻ്റർ, നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സ് ഫോണ്ടിൽ, അതായത് ഇങ്ങനെ ചെരിച്ചെഴുതൂലേ, നമ്മൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരു സാധനം കാണാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലൊക്കെ ടൈപ്പിങ്ങിൻ്റെ അടുത്ത് അങ്ങനെ സാധനം കാണാം. എന്താ, അതിങ്ങനെ ചെരിച്ചെഴുതുന്നത്, അതാണ് ഇറ്റാലിക്സ് ഫോണ്ട്. അപ്പോൾ ഇറ്റാലിക്സ് ഫോണ്ട് ഉപയോഗിച്ച് വേണം നിങ്ങൾ ടൈപ്പോ പ്രിൻ്റോ ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? ടൈപ്പ്ഡ് ഓർ പ്രിൻറ്റഡ് ഇൻ ഇറ്റാലിക്സ്. ഇനി അങ്ങനെയല്ല, ഞാനിപ്പോൾ എഴുതിയതുപോലെ കൈ കൊണ്ട് എഴുതുകയാണെങ്കിൽ, ഇഫ് ഹാൻഡ് റിട്ടൺ, കൈ കൊണ്ട് എഴുതുകയാണെങ്കിൽ ബോത്ത് ദ വേർഡ് ഷുഡ് ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. ഈ രണ്ട് വേർഡിനെയും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇഫ് ഹാൻഡ് റിട്ടൺ, ബോത്ത് ദ വേർഡ് ഷുഡ് ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. ക്ലിയർ ആണല്ലോ? അവസാനത്തെ റൂള്, നെയിം ഓഫ് ഓദർ. ആരാണോ ഈ ചെടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ജീവിയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തുകയും അതിന് പേരിടുകയും ചെയ്തത്, അയാളെയാണ് ഓദർ എന്ന് പറയുക. നെയിം ഓഫ് ഓദർ അപ്പിയർ ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. സ്പീഷീസ് നെയിമിന് ശേഷം വരണം ഇൻ ആൻ അബ്രിവിയേറ്റഡ് ഫോം, ചുരുക്ക രൂപത്തിൽ വരണം. അപ്പോൾ ലിനേയസ് ആണ് മാൻജിഫെറ ഇൻഡിക്ക എന്ന പേരിടുന്നത് ഇട്ടയാൾ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചുരുക്കിയിട്ട് അബ്രിവിയേറ്റഡ് ഫോമിൽ സ്പീഷീസ് നെയിമിന് ശേഷം നമ്മൾ എഴുതി കൊടുക്കണം. അതാണ് മാൻജിഫെറ ഇൻഡിക്ക ലിൻ. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, അപ്പോൾ ഈ റൂളുകൾ മസ്റ്റായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പലപ്പോഴും ബയോളജിക്കൽ നെയിം തെറ്റിച്ച് തരും, എന്നിട്ട് നമ്മളോട് കറക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ജീനസ് നെയിം എഴുതും, അത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് എഴുതും. പിന്നെ നമ്മൾ സ്പീഷീസിൻ്റെ നെയിം എഴുതും, അത് സ്മോൾ ലെറ്റർ കൊണ്ട് എഴുതും. എന്നതിന് ശേഷം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് ഓദറുടെ പേര് അതിനുശേഷം നമ്മൾ അബ്രിവിയേറ്റഡ് ഫോമിൽ ചുരുക്ക പേരായിട്ട് എഴുതി കൊടുക്കും. സോ ദീസ് ആർ ദ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂളുകൾ തെറ്റിച്ച് തരും, ശരിയാക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു പേര് തെറ്റിച്ചെഴുതി തരും, എന്നിട്ട് നമ്മളോടത് കറക്റ്റ് ആക്കാൻ പറയും. ചിലപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ ആയിരിക്കും, അപ്പോൾ നമ്മൾ അവിടെ ക്യാപിറ്റൽ ആക്കുക. ഇവിടെ ക്യാപിറ്റൽ ആണെങ്കിൽ അവിടെ സ്മോൾ ആക്കുക. ചിലപ്പോൾ ലിന്ന് ഫ്രണ്ട് കൊടുക്കും, അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് കൊടുക്കുക. ആ ഒരു 1 മാർക്ക് ചോദ്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മളോട് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എഴുതാൻ വേണ്ടിയിട്ട്, ടാക്സോണമിക്കൽ ഹെയറാർക്കിയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ആ കാറ്റഗറികളെ കറക്റ്റായിട്ട് എഴുതാൻ. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, ജീവികൾക്ക് പേരിടാൻ നമ്മൾ കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ 150 വർഷത്തിലധികമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ മെത്തേഡിൽ ഈ കുറച്ച് നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ജീവികൾക്ക് പേരിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജീവികൾക്ക് പേരിടാൻ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിലെ റൂളുകളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ റൂളുകളൊക്കെ അനുസരിച്ചാണ് പേരിടുന്നത്. എന്നാൽ ഇതിനു പുറമെ മറ്റ് ചില നിയമങ്ങൾ കൂടെ നമ്മളിപ്പോൾ പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, അതിന് പുറമെ പുതിയ ചില നിയമങ്ങൾ കൂടെ പാലിച്ചിട്ടാണ് ഇപ്പോൾ ജീവികൾക്ക് പേരിടുന്നത്. ആ നിയമങ്ങൾ, പ്ലാന്റുകൾക്ക് പേരിടാനുള്ള ആ നിയമങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ICBN. എന്താണ് ICBN? അപ്പോൾ ICBN എന്താണെന്നൊന്നും ചോദിക്കൂല. ICBNൻ്റെ ഫുൾ ഫോം, ICBN എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് നിയമങ്ങളാണ്. പ്ലാന്റുകൾക്ക് പേരിടാൻ നിങ്ങൾ ഇതിനു പുറമെ സ്വീകരിക്കേണ്ട, ഇതിന് പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സെറ്റ് ഓഫ് ഒരുപാട് നിയമങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ICBN എന്ന് വിളിക്കുന്നത്. ICBNൻ്റെ ഫുൾ ഫോമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇൻ്റർനാഷണൽ കോഡ് ഓഫ്. കോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം സെറ്റ് ഓഫ് നിയമങ്ങൾ എന്നാണ്. സ്കൂളിലേക്ക് ഡ്രസ് കോഡ് എന്ന് പറയും അല്ലേ, സ്കൂളിലേക്ക് ഡ്രസ്സ് ഇടുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ. ഓക്കെ, അതാണ്. സോ ഇൻ്റർനാഷണൽ നിയമങ്ങൾ ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. പ്ലാന്റുകൾക്ക് പേരിടാനുള്ള ബോട്ടാണിക്കൽ നോമൻക്ലേച്ചറിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, അതാണ് ICBN. അതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. ഇത് ആർക്ക് പേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫോർ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റുകൾക്ക് പേരിടാൻ ഇപ്പോൾ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ നിയമങ്ങൾക്ക് പുറമെ ICBNലെ നിയമങ്ങൾ കൂടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ICBN, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇതുപോലെ ആനിമൽസിന് പേരിടാൻ നമ്മൾ ICZNലെ നിയമങ്ങൾ കൂടെ ഉൾക്കൊള്ളിക്കുന്നു. എന്താ ICZN? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് ഫോർ ആനിമൽസ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത് രണ്ടും ഫുൾ ഫോം, ICBNൻ്റെയും ICZNൻ്റെയും ഫുൾ ഫോം നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ പ്ലാന്റിന് പേരിടാൻ ഇതിൽ ഏതാണെന്ന് ചോദിക്കും, ആനിമലിന് പേരിടാൻ ഏതാണെന്ന് ചോദിക്കും.
ഇനി അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൻ സി ആർ ടിയിൽ ഒരു ടേബിൾ ഉണ്ട്. നോക്കൂ, കുറച്ച് ജീവികളുടെ ബയോളജിക്കൽ നെയിം നോക്കൂ, കോമൺ നെയിം, കുറച്ച് ജീവികളുടെ കോമൺ നെയിം തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, മനുഷ്യൻ്റെ കോമൺ നെയിം മാൻ എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലേ. നമ്മുടെ ബയോളജിക്കൽ നെയിം എന്താണെന്ന് തന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ബയോളജിക്കൽ നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ് അല്ലേ. നമ്മുടെ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ജീനസിൻ്റെ പേരെന്താണ്? ഹോമോ എന്നാണ്. നമ്മുടെ ജീനസ് ഹോമോ ആണ്, അതുകൊണ്ടല്ലേ ഹോമോ സാപ്പിയൻസ്. ജീനസ് നെയിം, സ്പീഷീസ് നെയിം. നമ്മുടെ സ്പീഷീസ് നെയിം എന്താ? സാപ്പിയൻസ്. ഇനി നമ്മൾ ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഹൊമിനിഡേ. നമ്മുടെ ഫാമിലിയുടെ പേരാണ് ഹൊമിനിഡേ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളുടെ ഓർഡർ, മനുഷ്യൻ്റെ ഓർഡറാണ് ഓർഡർ പ്രൈമേറ്റ. മനുഷ്യൻ ഉൾപ്പെടുന്ന ക്ലാസ് ആണ് ക്ലാസ് മമേലിയ. മനുഷ്യൻ്റെ ക്ലാസ് ആണ് ക്ലാസ് മമേലിയ. മനുഷ്യൻ്റെ ഫൈലമാണ്, ആ ഒരു ടാക്സോണമിക്കൽ ഹെയറാർക്കിയാണ് ഈ തന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ ഫൈലമാണ് ഫൈലം കോർഡേറ്റ. മനുഷ്യൻ്റെ കിങ്ഡമാണ് കിങ്ഡം ആനിമേലിയ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹോമോ സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹൊമിനിഡേ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോഡേറ്റ, കിങ്ഡം ആനിമേലിയ. ഇതേപോലെ തന്നെ ഹൗസ് ഫ്ലൈ, അതിൻ്റെ ബയോളജിക്കൽ നെയിമാണ് മസ്ക ഡൊമസ്റ്റിക്ക. ഹൗസ് ഫ്ലൈ മീൻസ് ഈച്ച, അതാണ് കോമൺ നെയിം. കോമൺ നെയിമാണ് ഈച്ച എന്ന് പറയുന്നത്. അതിൻ്റെ ബയോളജിക്കൽ നെയിമാണ് മസ്ക ഡൊമസ്റ്റിക്ക. അപ്പോൾ അതിൻ്റെ ജീനസ് നെയിം എന്താ? മസ്ക. അതിൻ്റെ ഫാമിലിയാണ് മസിഡേ. പറഞ്ഞ മക്കളെ, മസിഡേ. അതിൻ്റെ ഓർഡറാണ് ഡിപ്റ്ററ. ഓർഡർ എന്താണ്? ഡിപ്റ്ററ. ക്ലാസ് ഇൻസെക്റ്റ. പറഞ്ഞേ, ക്ലാസ് ഇൻസെക്റ്റ. ഫൈലം ആർത്രോപോഡ. ഇയാളുടെ കിങ്ഡവും ആനിമേലിയാണ്, കാരണം രണ്ടും ആനിമൽസ് ആണ്. ഇനി നമ്മൾ പ്ലാന്റിലേക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ പ്ലാന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, മാംഗോയുടെ ബയോളജിക്കൽ നെയിം ഓൾറെഡി അറിയാം നമുക്ക്, മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പോൾ ജീനസ് നെയിം എന്താ? മാഞ്ചിഫറ. മാംഗോയുടെ ഫാമിലിയാണ് അനാകാർഡിയേസിയേ. പറഞ്ഞേ, അനാകാർഡിയേസിയേ. മാംഗോയുടെ ഓർഡറാണ് സാപ്പിൻഡൈൽസ്. പറയ്, സാപ്പിൻഡൈൽസ്. ക്ലാസ് ആണ് ഡൈകോട്ടിലിഡണേ. വായിച്ച മക്കളെ, ഡൈകോട്ടിലിഡണേ. മാംഗോയുടെ ഫൈലമാണ്. നോക്കൂ, നമ്മൾ പ്ലാന്റിൻ്റെ കേസിൽ ഫൈലം എന്ന വാക്കിന് പകരം ഡിവിഷൻ എന്നാണ് ഉപയോഗിക്കുക അല്ലേ. പ്ലാന്റുകളുടെ കേസിൽ ഫൈലത്തിന് പകരം ഡിവിഷൻ എന്നാണ് ഉപയോഗിക്കുക. മാംഗോയുടെ ഡിവിഷനാണ് ആൻജിയോസ്പേമേ. മാംഗോയുടെ കിങ്ഡമാണ് പ്ലാന്റേ. ഇതുപോലെ തന്നെ വീറ്റ്, ബയോളജിക്കൽ നെയിം ട്രിറ്റിക്കം ഈസ്റ്റിവം. എന്താണ് മക്കളെ? ട്രിറ്റിക്കം ഈസ്റ്റിവം. ജീനസ് ട്രിറ്റിക്കം, ഫാമിലി പൊയേസിയെ, ഓർഡർ പോയെയിൽസ്, ക്ലാസ് മോണോകോട്ടിലിഡനെ. പറഞ്ഞേ, മോണോകോട്ടിലിഡനെ. ഡിവിഷൻ ആൻജിയോസ്പേമേ തന്നെയാണ്. എല്ലാ ഫ്ലവറിങ് ചെടികളും ഉൾപ്പെടുന്നത് ആൻജിയോസ്പേമേ എന്ന് പറയുന്ന ഡിവിഷനിലാണ്. കിങ്ഡം പ്ലാന്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ഒരു 15 വർഷത്തെ അല്ലെങ്കിൽ ഒരു 16-17 വർഷത്തോളമുള്ള ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നോക്കിയാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത എക്സാമിന് ഈ ഒരു ചോദ്യങ്ങൾ മാത്രമായിരിക്കും വരിക എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടത്. ഓണപരീക്ഷ മാത്രമല്ല, ബോർഡ് എക്സാമാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. എല്ലാ എക്സാമുകളിലും ടോപ്പേഴ്സായിട്ട് അടിപൊളിയായിട്ടുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ.